ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക് കേട്ടോ. ഞങ്ങൾ നോമ്പിൻ്റെ ലാസ്റ്റ് നോമ്പല്ലേ, നോമ്പ് കഴിയല്ലേ എന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ ജസ്റ്റ് നോമ്പ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. ഞങ്ങളിങ്ങനെ ഒന്നും പറയണ്ടായിന്, നമുക്ക് സോഡ കഴിക്കാൻ പോകാമെന്ന് കേട്ടോ. കാക്കനോട് പറഞ്ഞപ്പോൾ കാക്ക പറഞ്ഞു, എന്നാൽ നമുക്ക് പോവാം, ഇനി നോമ്പ് കഴിഞ്ഞില്ലേ, ഇനി ഇതൊന്നും ഉണ്ടാവില്ലല്ലോ, ഇത് നോമ്പിന് ഒരു മാസം പ്രത്യേകം ഉണ്ടാവണമാണല്ലോ. അങ്ങനെ ഞങ്ങൾ മൂന്നാൾ പോയതേനി കേട്ടോ. ഞാനും മോനും കാക്കയും പിന്നെ എൻ്റെ താത്തൻ്റെ മോളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും സ്കൂട്ടിമേലും കാക്ക വേറെ വണ്ടിമേലും അങ്ങനെ പോയതേനി. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ആദ്യം എരുള്ള കഴിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ കാക്ക പറഞ്ഞു, എരുള്ള കഴിച്ചാൽ നമുക്ക് എല്ലാവരുടെ ശരീരത്തിലും ഒരേതായിരിക്കില്ല, പിന്നെ പള്ളക്കൊക്കെ നല്ലതല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മധുരമുള്ള കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ എത്തിയാൽ ഒരു കോക്കനറ്റിൻ്റെ ഒരു ഇതും പിന്നെ ചിക്കും പിന്നെ ഒരു ബൂസ്റ്റ് കുലിക്കും അങ്ങനെ 3 കേട്ടോ കഴിച്ചിരുന്നത്. മൂന്നാളും 3 വെച്ച് പറഞ്ഞപ്പോൾ നമ്മൾ 3 ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ, അങ്ങനത്തെ ഇതിൽ 3 ചെയ്തിന്. പിന്നെ ഒരുപാട് ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, അങ്ങനെ പല സാധനമുണ്ട്. അതുപോലെ മാങ്ങമേൽ അതാ മസാല ഒക്കെ തേച്ച് വെച്ചിരുന്നു, അതും ഉണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ മൂന്നാളും കൈതച്ചക്ക എടുത്ത് തിന്നു കേട്ടോ. കൈതച്ചക്ക എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ കഴിക്കാൻ. അപ്പോൾ എനിക്കും അങ്ങനെ കേട്ടോ. ഞാൻ എവിടെ പോയാലും വേറെ ഒന്നും കഴിക്കില്ല, ഞാൻ ഉപ്പിലിട്ടാൽ മാങ്ങ ഒന്നും കഴിക്കില്ല, ഞാൻ കൈതച്ചക്ക മാത്രമായിട്ട് കഴിക്കൽ. അപ്പോൾ അങ്ങനെ അതാ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞ ബൂസ്റ്റ് കുലുക്കും കിട്ടി. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയതേനു കേട്ടോ. വീട്ടിൽ നിന്ന് ഫിത്തർ വാരലുണ്ടായിരുന്നു, എല്ലാവർക്കും കൂടി ഫിത്തർ വാരാന്ന് പറഞ്ഞാണ്ട്. ഇതാ മോനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കേട്ടോ. മോന് ഈ ഒരു ഏജ് ആയപ്പോഴാണല്ലോ ഇതൊക്കെ കാണുന്നത്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫിത്തർ വാരാന്ന് പറഞ്ഞപ്പോഴത്തേനും മണ്ടി വരുന്നുണ്ട്, ഞാനരി വാരാന്ന് പറഞ്ഞിങ്ങാണ്ട് വന്നതാ. അപ്പോൾ ഞങ്ങളിടാൻ സമ്മതിക്കാതെ അവനാണ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ കാക്ക ഓരോ കവർ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും അവനത് തുറന്നു തരും, നമ്മളെ കയ്യിലേക്ക് അരി ഇടാൻ വേണ്ടിയുണ്ട്. അങ്ങനെ നിങ്ങളെല്ലാവരും ഫിത്തർ വാരാറുണ്ടോ? എല്ലാവർക്കും. അങ്ങനെ നമ്മൾ ഏതായാലും അതൊക്കെ ചെയ്ത് ഏകദേശം സെറ്റായി കൊണ്ടുകൊടുക്കണമെന്നൊക്കെ പറഞ്ഞാണ്ട് നടന്നീനി. രാത്രിയല്ലേ, മക്കളങ്ങനെ രാത്രി അങ്ങനെ തോനെ വിടാനൊന്നും പറ്റൂല. നമ്മൾ ഓരോരുത്തർക്കുള്ള അരി നമ്മളിങ്ങനെ കറക്റ്റ് തൂക്കിയിട്ടിങ്ങാണ്ട് റെഡിയാക്കിയതേനി. അപ്പോൾ ആ പിത്തറിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേനി ഒന്ന് പീടികയിൽ കൊണ്ട് എന്തോ വാങ്ങി കൊടുക്കാൻ. അപ്പോൾ കാക്ക പീടികയ്ക്ക് പോയിങ്ങാണ്ട് പടക്കും തോക്കും അങ്ങനത്തെ കുറേ സാധനം വാങ്ങി കൊടുത്തിട്ടോ. അവൻ അപ്പുറത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പറയേനി, തോക്ക് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പടക്കം വേണമെന്ന്. പക്ഷെ അവന് പൊട്ടിക്കൂല കേട്ടോ, അവന് പേടിയാണ്, അവന് കാക്കനോട് പറയലൊക്കെ പൊട്ടിക്കാൻ. അങ്ങനെ പടക്കം കിട്ടി. ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഒരു പടക്കം കിട്ടുമായിരുന്നു, ഞങ്ങൾ കല്ലുകൊണ്ട് ഇങ്ങനെ കുത്തി പൊട്ടിക്കലായിരുന്നു. പിന്നെ ഇതൊക്കെ കേട്ടോ ഞങ്ങൾക്ക് കൊണ്ടുവന്നിനി.